ദിവിഷൻ MP പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ വലിയ ഭീതി വിളിച്ചുകൊണ്ട് കാട്ടുപോത്ത് എത്തിയിരുന്നു. ആ സമയത്ത് യാതൊരുവിധ നടപടി ഉണ്ടായില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും അതിൽ നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്ന് നമുക്ക് ഇന്നലെ പ്രതികരണം പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയിരുന്നു. കളക്ടർ MP പറഞ്ഞത് നമുക്ക് ശരി വയ്ക്കാം. അതുപോലെ മറ്റൊരു കാര്യം, ഇന്ന് ഞാനിപ്പോൾ കളക്ടറേറ്റിലാണുള്ളത്. ഇന്നലെ വൈകിട്ട് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയ സമയത്ത് ഇൻക്വസ്റ്റ് നടപടിക്കായി പോലീസ് എത്തിയിരുന്നു. എന്നാൽ കുടുംബം അതായത് സമ്മതിക്കാത്തതിനാൽ ഇൻക്വസ്റ്റ് നടപടി നടത്താൻ സാധിച്ചില്ല. ഇന്ന് രാവിലെ വീണ്ടും ഇൻക്വസ്റ്റ് നടപടിക്കായി പോലീസ് എത്തിയിരുന്നു. അപ്പോഴും കുടുംബം സമ്മതിച്ചില്ല. ഇൻക്വസ്റ്റ് നടപടി വൈകിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ സർക്കാർ ഇപ്പോൾ ചേരുന്ന കളക്ടറുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കുടുംബവും ചേരുന്ന ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം അനുകൂലമായൊരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടിയിലേക്ക് കടക്കാൻ അനുവദിക്കൂ എന്നാണ് കുടുംബം നമ്മളോട് പ്രതികരിച്ചത്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക, അത് വെറും ഉത്തരവിൽ മാത്രം ഒതുക്കുകയല്ല വേണ്ടത്, അത് പ്രാവർത്തികമാക്കണം. മുൻപുള്ള അനുഭവങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഉള്ള ഒരു പ്രതികരണമായിരുന്നു കുടുംബം നമുക്ക് നൽകിയത്. അതുപോലെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി, കൂടാതെ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, പ്രദേശത്ത് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു ആവശ്യങ്ങൾ ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം, ഈ ഒരു ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ തീരുമാനത്തെ അനുകൂലമായൊരു തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടിയിലേക്ക് കടക്കൂ എന്നാണ് കുടുംബം ഇപ്പോഴും അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ വനം വകുപ്പ് മന്ത്രി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് കുടുംബത്തിന് കൈമാറും എന്നും അറിയുന്നു. കൂടാതെ മൃതദേഹവുമായുള്ള യാതൊരു പ്രതിഷേധവും നടത്തില്ല എന്ന് കുടുംബം നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. മുൻപ് നമ്മൾ കോതമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കണ്ടതുപോലുള്ള പ്രതിഷേധങ്ങൾക്ക് കുടുംബം വഴങ്ങില്ല. മൃതദേഹവുമായുള്ള യാതൊരുവിധ പ്രതിഷേധങ്ങൾക്കും നിൽക്കില്ല എന്ന് നേരത്തെ എബ്രഹാമിന്റെ സഹോദരൻ നമ്മളെ അറിയിച്ചിരുന്നു. ശരി, എന്തായാലും